Hey guys, welcome back to my YouTube channel. So guys, കുറേ ആയി നമ്മൾ കോളേജ് വ്ളോഗൊക്കെ എടുത്തിട്ട്. സോ ഒന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്ക് കോളേജ് വ്ളോഗൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ദിസ് ഇസ് ഡിസംബർ വീക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഡെക്കറേഷൻസും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീക്കൊക്കെ. സോ നമുക്ക് ഈ വീക്ക് ലാസ്റ്റ് ഫ്രൈഡേ ആയിട്ടാണ് നമ്മുടെ കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ വരുന്നത് ഗൈസ്. സോ ഇന്നെനിക്ക് വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു ഗൈസ്. സോ വരൂ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ടൈമായി, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് ഈസ്റ്റ് ഫോർട്ട് പോകണം. ഇനി അവിടെ നിന്നാണ് കഴിച്ച് നമ്മൾ ബസ്സിൽ പോകാനായിട്ട് പോകുന്നത്. സോ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞു, അപ്പം അവളുടെ കൂടെയാണ് പോകാൻ പോകുന്നത്. സോ ഗൈസ്, സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം. സോ നമ്മളെല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വട്ടത്തിലാണ് എപ്പോഴും ഇരുന്ന് കഴിക്കാറുള്ളത്. സോ ഓരോ ആൾക്കാരും ഓരോരോ സ്പെഷ്യാലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്, വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. സോ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സ്റ്റോൺ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. വേറെ വിശേഷമൊന്നും ഇല്ലല്ലേ. ക്രിസ്മസ് ഡെക്കറേഷനൊന്നും ഇവിടെ കാണാനില്ല ഗൈസ്. പൈസ ഫുൾ അവളുടെയിലാണ്, പക്ഷെ നമുക്ക് വേണ്ടി ഒരു പൈസ അവള് ചെലവാക്കുന്നില്ല. ചോദിച്ചതല്ലേ ഈ ഡയലോഗ്. അവളുടെ ബാഗ് തപ്പി നോക്കി അറിയാം. ഒരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞ അതിന് 100 രൂപയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഒരു കുട്ടി പറഞ്ഞു. ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ്. അല്ല ഈ മാസം അതിനവൾ ഇപ്പൊ തൊട്ടേ ചേർത്ത് ഇപ്പഴേ വെക്കണം. കൈ ഇരുന്ന പൈസ പോകും. ഡെക്കറേഷൻ ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ ഒരു തേങ്ങ ഇല്ല. എനിക്ക് തോന്നുന്നു പരിപാടിയുടെ തലേ ദിവസം ആയിരിക്കും ഇവര് ഡെക്കറേഷൻ ഒക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇന്ന് ഇത്രയല്ല. ഇനി കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ച സ്ഥിതിക്ക് നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് കുറച്ചു നേരം ഉറങ്ങുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് അവർ ഒരു പീരീഡ് ടീച്ചർ വരുമായിരിക്കുമല്ലേ. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്, കാരണം നമ്മുടെ പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഓവറായി. നമ്മൾ 3rd സെമിസ്റ്റർ ആണ്. സോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഈ ആദ്യത്തെ ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ട് 2nd സെമിസ്റ്റർ വരെ ഭയങ്കര ബോറായിരുന്നു. ഫ്രണ്ട്സ് ആയാലും എല്ലാം കൊണ്ട് ഭയങ്കര ബോറായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ വന്നത്, അതുകൊണ്ട് പിന്നെ തീരുമാനമായി, ഉള്ള സന്തോഷം പോയിരുന്നു. ഇതാണ് പണ്ടാരം പിടിച്ച പൂച്ച, കുരുത്തം കേട്ട പൂച്ച. എപ്പൊ പുള്ളിക്കാരനാണ് മൂപ്പരെ കടിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര സൂചി കുത്തിയടി നിനക്ക്? 18. ഇവള് തിരിച്ചു കടിക്കും, അപ്പൊ അത് കാണൂല. സോ ഗൈസ്, അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഊള കോമഡി അടിച്ചിട്ട് ഞങ്ങൾ എന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. പറയാനാണ് പിന്നെ കോമഡി അടിക്കാത്തതിന്റെ കുഴപ്പമില്ല. ഇവളെ ഊള കോമഡി കേട്ട് പഠിക്കും. അപ്പൊ ഗൈസ്, ഇതൊക്കെ തന്നെ വിശേഷങ്ങളല്ലേ. നമുക്ക് വല്ല വിശേഷം ഉണ്ടാക്കാം. സോ ഗൈസ്, അങ്ങനെ ക്ലാസ്സിലിരുന്ന് ബോറടിച്ചപ്പം നമ്മൾ ക്യാൻറ്റീനിലേക്ക് ചാടി. അപ്പോൾ ക്യാഷൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ക്യാഷ് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ക്യാൻറ്റീനിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. 2-3 പഴംപൊരി. ഇവിടെ ഇവർ വിശേഷിപ്പിക്കുന്നത് വാഴക്കപ്പഴി. ഞങ്ങളവിടെ പഴംപൊരി എന്നാണ് പറയാറ്. ഒരു ചായ വാങ്ങിച്ചോളൂ.
ഗൈസ് ഒരു ചായയും മേടിച്ചു. അപ്പോൾ വേറെന്താ ഐഷു കഴിക്കാൻ പോയത്? ആക്കിയ ഗൈസ് എന്തോ മേടിക്കാൻ പോയിട്ടുണ്ട്. എന്നാലും നല്ല വിശപ്പിലാണ്. കഴിച്ച് തീർക്കട്ടെ ഗൈസ്. 3 എണ്ണേ വാങ്ങിച്ചുള്ളൂ. അവൾ വന്നിട്ട് അടി ഉണ്ടാക്കും. നല്ല ചൂട്, നല്ല മുരുമുരുന്നുണ്ടോ കഴിച്ച്. പക്ഷെ കൊള്ളാം, കഴിക്കാം. ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ചായ നമ്മൾ 4 പേരും കൂടി ഷെയർ ചെയ്യും അല്ലേ? എല്ലാവർക്കും തലവേദനയുണ്ട്. അപ്പം നമ്മളങ്ങനെ ഷെയർ ചെയ്ത് കുടിച്ച് നമ്മുടെ തലവേദന മാറ്റും. ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. സോ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അവൾക്ക് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബോറടിച്ചാലും വീഡിയോ ഫുള്ളായിരുന്നു കണ്ടതിന് വളരെ നന്ദി. ബൈ.